കാലങ്ങളായി കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടുകൊണ്ടിരുന്നത് രണ്ട് മുന്നണികളായിരുന്നു, LDFും UDFും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ NDA മുന്നണിയും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ഭരണത്തിലിരിക്കുന്ന രണ്ട് മുന്നണികളാണ് NDAയും LDFും. കേന്ദ്രത്തിൽ NDAയും സംസ്ഥാനത്തിൽ LDFും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് ഒഴുക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് ഒഴുക്ക് വളരെയധികം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ 10 വർഷമായി അധികാരത്തിൽ ഇല്ലാത്ത UDF, പ്രത്യേകിച്ച് കോൺഗ്രസിന് അത്രയധികം ഫണ്ട് ഒഴുക്കാനുള്ള ഒരു സോഴ്സുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. 10 വർഷമായി ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന ഭരണം കയ്യിലുള്ള LDFിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഫണ്ട് ഒഴുക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മാത്രമല്ല BJP, കേന്ദ്രം ഭരിക്കുന്ന BJP, ഈ കേരളത്തിൽ സജീവമായ, അതായത് സ്റ്റാർ വാല്യൂ ഉള്ള BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനായി BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വളരെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് തമ്പടിച്ചിട്ടുണ്ട്. നേതാക്കൾ തമ്പടിച്ചു എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഫണ്ടുകൾ ഒഴുകുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പല മണ്ഡലങ്ങളിലും BJP ഇവന്റ് മാനേജ്മെന്റ് ടീമുകളെ ഉണ്ടെന്നും, എന്നാൽ അത് പ്രാദേശികമായ പല BJP നേതാക്കൾക്കും അത്ര രസത്തിലല്ല, അവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നും വളരെ സ്വകാര്യമായി തന്നെ പല BJP നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലയിടങ്ങളിലാകട്ടെ വിജയം ലഭിക്കുമെന്ന് ഉറപ്പ് പറയാനില്ല. എന്നാൽ ഒഴുകുന്ന ഫണ്ടിനെ മുതലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പല BJPക്കാരും. ഇതെല്ലാം വളരെ സ്വകാര്യമായ BJP നേതാക്കൾ തന്നെ പലരോടും പങ്കുവെച്ച വിവരങ്ങൾ തന്നെയാണ്. കൂടാതെ സംസ്ഥാനത്തെ പ്രബലരായ UDF നേതാക്കളെ പരാജയപ്പെടുത്തുക എന്ന ഒരു മുഖ്യ ലക്ഷ്യം കൂടി LDFിനും BJPക്കുമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറുമാണ്. ഹരിപ്പാട്, പറവൂർ മണ്ഡലങ്ങളെല്ലാം തന്നെ BJPയുടെയും LDFിന്റെയും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഇടങ്ങളാണ്. അവിടെയെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നതാണ് അധികാരം പിടിക്കുന്നതിനേക്കാൾ ലക്ഷ്യമെന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ പല സമയത്തും ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ പണമൊഴുക്ക് വൻ തോതിൽ തന്നെ ഉണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്നത് BJPയും സംസ്ഥാനം ഭരിക്കുന്നത് LDFും ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികൾക്കും ഫണ്ടിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല എന്നുമാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. LDFിന് സംസ്ഥാനത്തിനുള്ളിൽ നിന്നാണെങ്കിൽ, NDAക്കാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള BJP അധികാരത്തിലുള്ള ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ഫണ്ട് കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് എന്നും കരുതപ്പെടുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലെ പോലെ പണമൊഴുക്കി വോട്ട് നേടാനാവില്ല എന്ന് വിശ്വസിക്കുന്ന BJP നേതാക്കളും കേരളത്തിൽ കുറവല്ല. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. മെയ് 4-ാം തീയതി ആകുമ്പോൾ ഇക്കാര്യം കേരള ജനതയ്ക്ക് വ്യക്തമാകും. പണമൊഴുക്കിലൂടെ അധികാരം പിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്.